നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി, നർത്തകി എന്നീ നിലകളിലെല്ലാം വളരെ വർഷങ്ങളായി മലയാളികൾക്ക് സുപരിചിതയായ മുഖമാണ് താര കല്യാണിൻ്റെത്. ഇപ്പോൾ താരം സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട്. താരയുടെ മകൾ സൗഭാഗ്യ പ്രേക്ഷകർക്ക് സുപരിചിതയായി തുടങ്ങിയത് ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ്. ശേഷം സൗഭാഗ്യ ഒരു സിറ്റ്കോമിലും അഭിനയിച്ചു. കൂടാതെ അമ്മ താര കല്യാണിന്റെ ഡാൻസ് അക്കാദമി നോക്കി നടത്തുന്നതും അർജുനുമാണ്. ഒപ്പം ഒരു യൂട്യൂബ് ചാനലും സൗഭാഗ്യയ്ക്കുണ്ട്. തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ വെങ്കിടേഷ് ഏറെയും പങ്കുവെക്കുന്നത് സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ താരയും സൗഭാഗ്യയും മാത്രമല്ല സൗഭാഗ്യയുടെ ഭർത്താവ് അർജുനും കുടുംബാംഗങ്ങളും മകൾ സുദർശനയും എല്ലാം പ്രേക്ഷകർക്ക് പരിചിതമാണ്. മുൻപ് ശബ്ദം പോയതുകൊണ്ട് താരയ്ക്ക് വലിയൊരു സർജറി ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് നടി എത്തിയിരിക്കുന്നത്. താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. അമ്മയുടെ അസുഖത്തെക്കുറിച്ചായിരുന്നു സൗഭാഗ്യ പറയുന്നത്. വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയിരുന്നത്. ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴുമൊക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത്. പല ട്രീറ്റ്മെന്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറി ചെയ്തിരുന്നു. ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത്. തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത്. 3 തരത്തിലാണ് ഈ അവസ്ഥയുള്ളത്. അതിൽ അഡക്ടർ എന്ന സ്റ്റേജിലാണ് താര കല്യാൺ ഉള്ളതിപ്പോൾ. സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഈസിയല്ല സംസാരിക്കാൻ. തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ 2 വഴികളാണുള്ളത്. അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു. അതാണ് ആദ്യം ചെയ്തത്. പക്ഷേ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം. ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ്. എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല. മരണമറിഞ്ഞ് വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. പിന്നീടുള്ള ട്രീറ്റ്മെന്റ് സർജറി മാത്രമായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ്. ഇനി 3 ആഴ്ച കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും. പക്ഷെ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കില്ല. ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ തരത്തിലാണ്. ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല. കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട്. വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും അതിലുണ്ട്. ഇതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ജീവന് ഭീഷണിയുള്ള അസുഖമല്ല, പക്ഷേ കുറച്ച് പെയിൻഫുൾ ആണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവുമെന്നും സൗഭാഗ്യ പറയുന്നു. മാത്രമല്ല അമ്മയുടെ സർജറിയുമായി ബന്ധപ്പെട്ട വീഡിയോ വൈകാതെ പങ്കുവെക്കാമെന്നും പറഞ്ഞാണ് അമ്മയും മകളും വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതേസമയം താര കല്യാണിന്റെ ശബ്ദം വേഗം തിരികെ കിട്ടട്ടെ എന്ന് പറയുകയാണ് ആരാധകർ. സൗഭാഗ്യയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടി താങ്ങായി നിൽക്കുന്നുവല്ലോ. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നന്നായാണ് പരിചരിച്ചത്. സന്തോഷമായാണ് ഈ ഭൂമിയിൽ നിന്നും യാത്രയാക്കിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളും നിങ്ങൾക്ക് താങ്ങായി നിൽക്കും എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.